വെട്രിവേൽ മുരുകനുക്ക് ഹരോഹര. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് സ്കന്ദഷഷ്ടി കവചത്തിൻ്റെ തുടർഭാഗങ്ങളെ പറ്റിയിട്ട് അതിൻ്റെ വ്യാഖ്യാനത്തെ പറ്റിയിട്ട് നോക്കാം. ഇതുവരെ നമ്മൾ പറഞ്ഞു നിർത്തിയത് കുണ്ടലിയാം ശിവഗുഹ ദിനം വരിക വരെയുള്ള വരികളാണ്. 32ാമത്തെ മറ്റു വരിയായിട്ട് വരും. അതുവരെയാണ് നമ്മൾ എത്തിയത്. ഇനി ബാക്കിയുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. ആറുമുഖമും അണിമുടി ആറും നീറിടും നെറ്റിയും നീണ്ട പുരുവവും പന്നിറ് കണ്ണും പവിള ചെവ്വായും നന്നെരി നെറ്റിയിൽ നവമണിച്ചുട്ടിയും ഈരാറു ചെവിയിൽ ഇലകു കുണ്ടലമും ആറിരു തിൻപുയ തഴകിയ മാർവിൽ പൽഭൂഷണമും പതക്കവും തരിത്ത് നന്മണി പൂണ്ട നവരത്തനമാലയും മുപ്പുരിനൂലും മുത്തണിമാർവും ചെപ്പഴകുടയ തിരുവയറുന്തിയും തുവണ്ട മരുകിൽ ചുടരുളിപ്പട്ടും നവരത്തനം പതിത്ത നർച്ചീരാവും ഇരു തൊടയഴകും ഇണൈപുഴന്താളും തിരുവടി അതിനിൽ ചിലമ്പൊലി മുഴങ്ങ ശഗഗണ 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 ശഗണ മൊഗമൊഗ 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 മൊഗന നഗനഗ 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 നഗന ഡിഗുഗുണ ഡിഗു ഡിഗു ഡിഗുഗുണ ഡിഗുണ രരരര രരരര രിരി 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 ഡുഡു 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 ഡു ഡഗു ഡഗു ഡിഗു ഡിഗു ഡങ്കു ഡിങ്കുഗു വിന്ദു വിന്ദു മയിലോൻ വിന്ദു മുന്തു മുന്തു മുരുകവേൽ മുന്തു എന്തனை ആളും ഏരകச் செல்வா மைந்தன் வேண்டும் மர மகிழ்ந்துதவும் லாலா 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 வேஷமும் லீலா 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 வினோதனென்று உன் திருவடியே உறுதி என்றென்னும் என் தலை வைத்துடன் இணையடி காக்க എന്നുയിർക്കുയിരാം ഇറൈവൻ കാക്ക പന്നിരു വിളിയാൽ ബാലനെ കാക്ക. ഇവിടെ തൊട്ട് ഭഗവാന്റെ കേശാദിപാദ വർണ്ണനയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ദേവരായ സ്വാമികൾ മുന്നുള്ള വരികളിലൂടെ ഭഗവാനെ സ്വാഗതം ചെയ്തു. വരിക വരിക എന്ന് പറഞ്ഞ് ഭഗവാനെ സ്വാഗതം ചെയ്ത് ഭഗവാൻ എത്തിയിരിക്കുകയാണ് നമ്മുടെ അടുത്ത്. അപ്പോൾ ഇനി ആ ഭഗവാന്റെ അംഗോപാംഗങ്ങളെ വർണ്ണിക്കുന്നു, തല തൊട്ടിട്ട് പാദം വരെ. അപ്പോൾ അതെങ്ങനെയാണ്? ആറുമുഖമും അണിമുടി ആറും, ഭഗവാന്റെ 6 മുഖങ്ങൾ, ആ 6 മുഖങ്ങളും അണിമുടി ആറും, അതിലെല്ലാം കിരീടം ധരിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കിരീടം ധരിച്ചിരിക്കുന്നു. ഈ 6 മുഖങ്ങളെ മഹാദേവൻ്റെ 5 മുഖവും പരാശക്തിയുടെ 1 മുഖവും ചേർന്നിട്ട് 6 മുഖങ്ങളായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ മഹാദേവന് 5 മുഖം അല്ലാതെ അധോമുഖം എന്നുള്ള 1 മുഖം കൂടിയുണ്ട്. അത് യോഗികൾക്കും മറ്റ് നിഗൂഢമായിട്ടുള്ളൊരു മുഖം, യോഗികൾക്കൊക്കെ കാണാൻ പറ്റുന്നൊരു പ്രത്യേക മുഖമാണത്. ആ മുഖവും അങ്ങനെ കൂട്ടുമ്പോൾ 6 മുഖങ്ങളുണ്ട് ഭഗവാൻ. ആ 6 മുഖത്തിലെയും ചൈതന്യം ചേർന്നതുകൊണ്ട് 6 മുഖങ്ങളായി എന്നും പറയുന്നു. ഷഡ ആധാരങ്ങൾ, 6 ആധാരചക്രങ്ങളെ സൂചിപ്പിക്കുന്നത് കൊണ്ടും 6 മുഖങ്ങൾ എന്ന് പറയുന്നു. ഭഗവാന്റെ അക്ഷരം ശരവണ ഭവ എന്നുള്ളത് 6 അക്കമാണ്. അപ്പോൾ അങ്ങനെ എല്ലാം പല രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള 6 മുഖങ്ങളും കിരീടം ധരിച്ചിട്ടുണ്ട്. നീറിട് നെറ്റിയും, നീര് നമ്മൾ മുന്നേ പറഞ്ഞു ഭസ്മമാണ്. നീറ് എന്ന് വെച്ചാൽ ഭസ്മം ധരിച്ചിട്ടുള്ള നെറ്റിയും. അത് ഭസ്മം ത്രിപുണ്ഡ്രമായിട്ടാണ്, 3 വരിയായിട്ട് തന്നെയാണ് ഭഗവാൻ ധരിക്കുന്നത്. നീറിടും നെറ്റിയും നീണ്ട പുരുവവും, പുരുകം വളരെ നീണ്ട് വിസ്തൃതമായ പുരികങ്ങൾ. പന്നിറ് കണ്ണും, 6x2 12 കണ്ണുകൾ. ഈ മുഖങ്ങൾക്ക് 12 കണ്ണും പവിള ചെവ്വായും, പവിഴം പോലത്തെ ചുണ്ടുകളും. പൊതുവെ ചുണ്ടിനെ പവിഴം ആയിട്ട് ഉപമിക്കാറുണ്ട് പല കൃതികളിലും. അപ്പോൾ അപ്രകാരമുള്ള നല്ല ഭംഗിയുള്ള ചുണ്ടാണ് ഭഗവാന്റെ. പന്നിറ് കണ്ണും പവിളച്ചെവ്വായും നന്നെറി നെറ്റിയിൽ, നന്നെറി നല്ല വിസ്തൃതമായ നെറ്റിയിൽ, നല്ല ഭംഗിയുള്ള നെറ്റിയിൽ നവമണി ചുട്ടിയും, 9 മണികൾ നവരത്നങ്ങൾ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ചുട്ടി എന്ന് വെച്ചാൽ നമ്മൾ നെറ്റിച്ചുട്ടി എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ അവിടെ നെറ്റിയിൽ പ്രത്യേക ഒരു അലങ്കാരം തൂക്കിയിട്ടിട്ടുണ്ട് ഇങ്ങനെ നവരത്നങ്ങളോട് കൂടിയിട്ട്. അതാണ് നന്നെറി നെറ്റിയിൽ നവമണി ചുട്ടിയും. ഈരാറു ചെവിയിൽ, ഇതുപോലെ 12 ചെവികളുണ്ട്. ഈരാറു ചെവിയിൽ ഇലകു കുണ്ടലമും, ഇളകിക്കൊണ്ടിരിക്കുന്ന കുണ്ടലങ്ങൾ. ഈ ഇളകു കുണ്ടലം തന്നെ തിളങ്ങുന്ന കുണ്ടലം എന്നും അർത്ഥമുണ്ട്. അങ്ങനെയുള്ള കുണ്ടലങ്ങളും 6 തിൻപുയ തഴകിയ മാർവിൽ, 6 തിൻപുയ ഭുജങ്ങൾ, 12 ഭുജങ്ങളുണ്ട് ഭഗവാന്. അപ്പോൾ അങ്ങനെയുള്ള 12 ഭംഗിയുള്ള തോളുകളോട് ചേർന്ന ഭുജങ്ങൾ, മാർവിൽ അഴകിയ
ഈ അതായത് ഈ ഭുജങ്ങളെ ഒരു തുമ്പിക്കൈയോടുകൂടി ഉപമിക്കുന്നുണ്ട്. ആനയുടെ തുമ്പിക്കൈ എങ്ങനെയാണോ അപ്രകാരമാണ് ഭഗവാന്റെ ഭുജങ്ങളും. അത്രയും നല്ല ഭയങ്കര ഭംഗിയുമുണ്ട്, നല്ല ബലമുള്ളതാണെന്ന് പറയുന്നുണ്ട്. 6 തിൻപുഴ തഴകിയ മാർവിൽ, അങ്ങനെയുള്ള 12 ഭുജങ്ങൾ. ഒപ്പം തന്നെ കഴുത്ത്, നമ്മൾ പറയില്ലേ ഈ ചുമൽ അല്ലെങ്കിൽ കഴുത്തിൽ എന്തെങ്കിലും ഉണ്ട്, പൽഭൂഷണവും പതക്കവും ധരിത്ത്. പൽഭൂഷണം, പല 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 അലങ്കാര വസ്തുക്കളുണ്ട്. പൽഭൂഷണവും പതക്കം, പതക്കം എന്ന് വെച്ചാൽ ലോക്കറ്റ് പോലത്തെ ഒരു ഭംഗിയുള്ള ഒരു അലങ്കാരം ഉണ്ട്. പതക്കവും ധരിത്ത്, അങ്ങനെയുള്ള പല പല മാലകളും നല്ല ഒരു പതക്കവും ഉണ്ട് അവിടെ. പതക്കവും ധരിത്ത് പഴനി മുരുകൻ്റെയൊക്കെ നെഞ്ചിലായിട്ട് നമുക്ക് കാണാം. ചിലപ്പോൾ ശിവലിംഗം പോലത്തെ ഒരു പതക്കം, അല്ലെങ്കിൽ ഒരു സ്റ്റാർ ആയിട്ടുള്ളൊരു പതക്കം, അങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു പതക്കമുണ്ട്. നന്മണി പൂണ്ട നവരത്നമാലയും, നന്മണി, നല്ല മണികൾ, നല്ല ഭംഗിയും വിലയൊക്കെ നല്ല അമൂല്യമായ മണികൾ. നന്മണി പൂണ്ട നവരത്നമാല, നല്ല മണികൾ ചേർത്തിയ നവരത്നമാല, നവരത്നം കൊണ്ടും ചേർത്ത മാലകൾ, നല്ല മണികളും നവരത്നവും ചേർത്തിയ മാലകൾ. മുപ്പുരി നൂലും മുത്തണി മാർവും. മുപ്പുരി നൂൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മസൂത്രം, പൂണുനൂല്, 3 പിരിയായിട്ടുള്ള ആ പൂണുനൂല് ഭഗവാൻ ഇട്ടിട്ടുണ്ട്. മുപ്പുരി നൂലും മുത്തണി മാർവും, മുത്തുകൾ, വീണ്ടും ഭംഗിയുള്ള മുത്തുകൾ. ഈ മുത്ത് എന്നുള്ള പദം പലയിടത്തായിട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. മുത്ത് പലപ്പോഴും ഭഗവാൻ സ്വീകരിക്കുന്നു പറയുന്നുണ്ട്. അരുണഗിരിനാഥരോട് ഭഗവാൻ മുത്തായിട്ട് പാടാനാണ് പറഞ്ഞത്. മുത്ത് വെച്ചിട്ടാണ് പാട്ട് തുടങ്ങിയിട്ടുള്ളതും. നമ്മുടെ ഈ പേജിൻ്റെ പേരും അത്തരത്തിൽ മുത്തായിട്ടാണ്. ഭഗവാൻ മുത്ത് പോലെ സ്വീകരിക്കാനുള്ള അപേക്ഷയോട് കൂടിയാണ് ആ പേര് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള മുത്തണി മാറും, മുത്തുകൾ ധരിച്ചിട്ടുള്ള മാർബും എന്ന് വെച്ചാൽ മാറിടം. ചെപ്പഴ കുടയ തിരുവൈറുന്തിയും, വളരെ നല്ല ക്യൂട്ട് എന്നൊക്കെ നമ്മൾ പറയില്ല ഇംഗ്ലീഷിൽ, അങ്ങനത്തെ വളരെ അരുമയുള്ള തിരുവയർ. ആ തിരുവയറുന്തിയും, അത് കുറച്ചൊന്ന് ഉന്തിയിട്ട് ചെറുതായിട്ടൊന്നിങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. ആ വയറ് വളരെ ഒട്ടിയ പോലെയല്ല, കുറച്ചൊന്ന് ഉന്തി നിൽക്കുന്നതായ വയറും. തുവണ്ട മരുങ്കിൽ ചുടരുളി പൊട്ടും, അരക്കെട്ടിൽ, അരഭാഗത്തായിട്ട് തുവണ്ട മരുങ്കിൽ അരക്കെട്ടിനെ മറച്ചുകൊണ്ട് ചുടരുളി പട്ടും. ചുടർ എന്ന് വെച്ചാൽ കത്തിജ്വലിക്കുന്ന സൂര്യനെ പോലുള്ള ചുടരൊളി പട്ടും. സൂര്യനെ പോലെ അല്ലെങ്കിൽ കത്തുന്ന അഗ്നിയെ പോലത്തെ നല്ല പ്രകാശമുള്ള പട്ട് ധരിച്ചിട്ടുണ്ട്. അത് വസ്ത്രം പറയുന്നില്ല, ഏകദേശം ആ ഒരു എന്താ പറയുക, സ്വർണ്ണവർണ്ണമായിട്ടുള്ള ഒരു പട്ട് ധരിച്ചിട്ടുണ്ട്. നവരത്നം പതിത്ത നർച്ചീരാവും. പിന്നെ അതിന് പുറത്തായിട്ട് ചില ഒരു അരഞ്ഞാണം പോലെയൊക്കെ ധരിച്ചിട്ടുണ്ട്. അതിലും നവരത്നങ്ങളുണ്ട്. അപ്പോൾ ഈ നവരത്നങ്ങൾ പലയിടത്ത് ഭഗവാൻ ചെയ്യുന്നുണ്ട്. നെറ്റിയിൽ നവരത്നങ്ങളുണ്ട്, കഴുത്തിലുണ്ട്, പിന്നെ ഇവിടെ ഇപ്പോൾ അരയിലുണ്ട് നവരത്നങ്ങൾ. ഇരുതൊടയ അഴകും ഇണയിമുഴൻ താളും. തുട, ഭഗവാന്റെ ഇരുതൊട, 2 തുടകളുടെ നല്ല അഴകുണ്ട്. ഇണയിമുഴൻ താളും, ആ മുട്ടിന് താഴോട്ടുള്ള അതിനെ കാൽപാദത്തിൻ്റെ ഇടയിലുള്ളതായ ആ ഭാഗങ്ങൾ, അതന്നെ ഇടമുഴൻ താളും. അത് നല്ല ഭംഗിയുള്ള കണങ്കാലെല്ലാം അതിഭംഗിയുണ്ട്. തിരുവടി അതിനിൽ ചിലമ്പൊലി മുഴങ്ക. ഇനി കാലിലേക്ക് എത്തി, ഭഗവാന്റെ തിരുവടി പാതാരവിന്ദങ്ങളിലേക്ക് എത്തി. തിരുവടി അതിനിൽ ചിലമ്പൊലി മുഴങ്ക. ആ കാലുകളിൽ മനോഹരമായിട്ടുള്ള ചിലമ്പുകൾ ഇട്ടിട്ടുണ്ട്, അത് മുഴങ്ങുന്നുമുണ്ട്. അതായത് ഈ ദേവരായ സ്വാമികൾ ഇതിങ്ങനെ പാടി എത്തിയപ്പോൾ ഉണ്ട് ഭഗവാന്റെ ചിലമ്പിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയെന്നാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് പിന്നീട് വരികൾ എഴുതിയിട്ടുള്ളതെന്നുള്ള ഒരു കഥാഭാഗമുണ്ട്, ചില ഭക്തന്മാരുടെ വിവരണമുണ്ട് അങ്ങനെ. അപ്പോൾ കാലിൽ ചിലമ്പും മുഴങ്ങുന്ന ശബ്ദമാണ് ഇനി കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇത് ചില ഈ അക്ഷരങ്ങളുണ്ടല്ലോ, ഈ അക്ഷരങ്ങൾ വല്ലാത്ത മന്ത്ര അർത്ഥങ്ങളുണ്ട് ഇതിനകത്ത്, മന്ത്രശക്തിയുള്ളതായ അക്ഷരങ്ങളാണിത്. നമുക്ക് തോന്നും ഇതിൻ്റെ അർത്ഥം ചിലമ്പിൻ്റെ ശബ്ദം എന്നുള്ള അർത്ഥമാണ്. പക്ഷേ ഇതിൽ ഭഗവാന്റെ പല ബീജമന്ത്രങ്ങളും പലതും ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എങ്ങനെയത്? ഇതിനൊന്നും പ്രത്യേകിച്ച് അർത്ഥങ്ങളില്ല. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ജപിച്ച് പോകുമ്പോൾ അങ്ങ് ജപിച്ച് പോവുക. ഉദ്ദേശിക്കുന്നത് ഭഗവാന്റെ ചിലമ്പ് കിലുങ്ങുന്നു, ഭഗവാൻ അടുത്ത് വന്ന് നിൽക്കുന്നു എന്നുള്ള അർത്ഥമാണ്. പക്ഷെ അതിനകത്ത് പല മന്ത്രശക്തികളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നമ്മുടെ പല ആധാരങ്ങളിലും എന്താ പറയുക, പല ചക്രങ്ങളും ആക്ടിവേഷൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബീജങ്ങൾ ഇതിലുണ്ട്. ഇപ്പോൾ എന്ന് പറയുന്ന അഗ്നി ബീജം അല്ലേ, അതുണ്ട്. അങ്ങനെയുള്ള പല ബീജങ്ങളും ഉണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചിലമ്പ് മുഴങ്ങുന്നത്. ശകഗണ 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 ശകണ, മൊഗ 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 മൊഗന, നഗനഗ 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 നഗന, ഡിഗുഗുണ ഡിഗു ഡിഗു ഡിഗുഗുണ ഡിഗുണ, രരരര രരരര രരരര, രിരി 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 രി, ടുഡു 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 ഡു, ഡഗു ഡഗു ഡിഗു ഡിഗു ഡങ്കു ഡിങ്കുക്കു. ഇത്രയും പറഞ്ഞ് ആ ഭഗവാൻ വന്ന് നിൽക്കുന്നു എന്ന് പറയാണ്.
വിന്ത് വിന്ത് മയിലോൻ വിന്ത് മുന്ത് മുന്ത് മുരുകവേൽ മുന്ത്. ഇവിടെ ദേവരാജ സ്വാമികൾ ഭഗവാനോട് പറയുന്നത്, എപ്പോഴും എൻ്റെ അടുത്തേക്ക് വിന്ത് വിന്ത് ഓടി വരണം, വൈകാതെ വരണം, മയിൽമേലേറി എൻ്റെ അടുത്തേക്ക് എപ്പോഴും ഓടി എത്തണം ഇതുപോലെ വിളിക്കുമ്പോൾ. അതുപോലെ മുന്ത് മുന്ത് മുരുകവേൽ മുന്ത്. മുന്ത് എന്ന് വെച്ചാൽ കുതിച്ചു വരണം എന്നാണ്. അതായത് നമ്മൾ ഒരു സ്ഥലത്ത് എത്താൻ വേണ്ടി നമ്മൾ നോർമൽ ചുമ്മാ നടക്കുന്നതുകൊണ്ട് ഓടുന്നതുകൊണ്ട്, പിന്നെ നമ്മൾ അങ്ങോട്ട് എത്താൻ പരവശത്തോടു കൂടി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഭഗവാൻ മയിലിൻ്റെ മേലേറി പെട്ടെന്ന് ഇതുപോലെ വരണം, അതുപോലെ എപ്പോഴും കുതിച്ച് എൻ്റെ അടുത്തേക്ക് എത്തണം എന്ന് പറയുന്നു. പിന്നെ എന്തനെ ആളും ഏരകച്ചെൽവ മൈന്ദൻ വേണ്ടും വരമകിഴ്ന്നുതവും. എന്തനെ ആളും, ആളുക എന്ന് വെച്ചാൽ നമ്മൾ മുന്നേയും പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്, നമ്മൾ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മൾ പൂർണ്ണമായും ഭഗവാനെ ഞാൻ നിന്നെയാണ് എന്ന് നമ്മളങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ആത്മസമർപ്പണം സറണ്ടർ ചെയ്താൽ ഭഗവാൻ നമ്മളെ സ്വീകരിക്കുമല്ലോ. അതിനെ റൂളിങ്, നമ്മളെ ആൾക്കൊള്ളുക എന്ന് പറയും. അപ്പോൾ എന്നെ ആളുന്നവൻ, ദേവരാജ സ്വാമികൾ തന്നെ ഭഗവാന് കൊടുത്തിരിക്കുന്നു എപ്പോഴോ. അപ്പോൾ ഭഗവാനാണ് തൻ്റെ ബാക്കി ജീവിതത്തിൽ നല്ലതുണ്ടായാലും ചീത്തയുണ്ടായാലും എല്ലാം അദ്ദേഹത്തിന് ഇഷ്ടം എന്നുള്ള രീതിയിലാണ് പിന്നീട് സമർപ്പണം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരവർ വേവലാതിപ്പെടില്ല എന്നാണ് എന്ത് സംഭവിച്ചാലും. അപ്പോൾ ഇവിടെ തന്നെ സമർപ്പിച്ചിട്ടുള്ള എന്നെ സ്വീകരിച്ച് എന്നെ ഭരിക്കുന്ന ഭഗവാൻ, എന്തനെ ആളും ഏരകച്ചെൽവ, തിരുവേരകം എന്ന് പറഞ്ഞാൽ സ്വാമിമല. ഭഗവാൻ മഹാദേവന് പ്രണവാർത്ഥം ഉപദേശിച്ചു കൊടുത്ത സ്ഥലമാണ് തിരുവേരകം അല്ലെങ്കിൽ സ്വാമിമല. അപ്പോൾ അവിടെയുള്ള ചെൽവ, അവിടെയുള്ള പയ്യൻ, ഭഗവാനെ ഉണ്ണി എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തനെ ആൾ, എന്നെ സ്വീകരിച്ചിട്ടുള്ള ആ ഏരകത്ത് വാഴുന്ന സ്വാമിനാഥ, മൈന്ദൻ വേണ്ടും വരമകിഴ്ന്നുതവും. മൈന്ദൻ, അവിടുത്തെ കുട്ടിയാണ് ഞാൻ. മൈന്ദൻ വേണ്ടും വരമകിഴ്ന്നുതവും. ഇവന് വേണ്ട ഒരു വരം അവിടുന്ന് നൽകണം. പിന്നെ ആ ഏരകച്ചെൽവ തിരുവേരകം വാഴുന്ന ഭഗവാന്റെ ഒരു ബ്യൂട്ടിയെ പറയാണ്, ലാലാ 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 വേഷവും. ഇവിടെ നല്ല ഭംഗി എന്നുള്ള ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാല എന്നുള്ള പദം. നല്ല ഭംഗിയുള്ള വേഷങ്ങൾ ധരിക്കുന്നവനെ, ലാലാ 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 വേഷവും ലീല ലീല ലീലാ വിനോദനുണ്ട്. ഒരുപാട് ലീലകളാടിയവനെ, പല പല ലീലകൾ ഭഗവാൻ ആടിയിട്ടുണ്ടല്ലോ. അപ്പോൾ അത്രയും നല്ല ഭംഗിയുള്ള ലീലകൾ ചെയ്തിട്ടുള്ള വിനോദങ്ങൾ, ലീലാവിനോദം ചെയ്തവനുമായ തിരുവേരകത്ത് വാഴുന്ന ഭഗവാനെ അവിടത്തോട് ഈ കുട്ടിക്ക് പ്രാർത്ഥനയുണ്ട്, അത് സ്വീകരിക്കണം, ആ വരം നൽകണം. എന്താണ് ആ വരം? എൻ തലൈ വൈത്തുൻ ഇണയടി കാക്ക ഉന്തിരുവടിയെ ഉറുതി என்றെണ്ണും എൻ തലൈ വൈത്തുൻ ഇണയടി കാക്ക. ഉൻ തിരുവടി, അങ്ങയുടെ പാതാരവിന്ദങ്ങളെ ഉറുതി, ഒരിക്കലും വിടാതെ അതിവിശ്വാസത്തോടുകൂടി ഉരുന്തിയെണ്ണും, എപ്പോഴും ആ പാതാരവിന്ദങ്ങളെ വിടാതെ പിടിച്ചിരിക്കുന്ന എൻ തലൈ വൈത്തുൻ ഇണയടി കാക്ക, എൻ്റെ തലയിൽ വെച്ചിട്ട് ആ പാതാരവിന്ദങ്ങൾ കാക്കണം. അതായത് ഞാൻ ഭഗവാന്റെ പാദങ്ങൾ വിടുന്നേ ഇല്ല എപ്പോഴും. അപ്പം അങ്ങനെയുള്ള എൻ്റെ തലയിൽ അവിടുത്തെ ഇണയടികൾ, ആ ഇണകൾ 2 കാലടികളും വെച്ച് എന്നെ കാക്കണം. പിന്നെ എന്നുയിർക്കുയിരാം ഇറൈവൻ കാക്ക, എൻ്റെ ഉയിർക്കുയിരൻ, എൻ്റെ പ്രാണൻ്റെ പ്രാണനെ എന്നൊക്കെ നമ്മൾ വിളിക്കില്ലേ ഓരോരുത്തരെ, ഒരു സ്നേഹം കൂടുമ്പോൾ അതുപോലെ ഭഗവാനെ വിളിക്കുക. എന്നുയിർക്കുയിരാം ഇറൈവൻ കാക്ക, എൻ്റെ ഉയിരിൻ്റെ ഉയരനായിരിക്കുന്ന തമ്പുരാൻ എന്നെ കാക്കട്ടെ. പിന്നെ അത്രയും വന്നു. പന്നിറു വിഴിയാൽ ബാലനെ കാക്ക, അതുപോലെ 12 കണ്ണുകളോടുകൂടി ബാലനെ കാക്ക. ഇവിടെ ഈ ബാലനെ എന്ന് പറയുന്നത് കുട്ടി എന്നുള്ള അർത്ഥമുണ്ട്. ഒപ്പം തന്നെ ദേവരായ സ്വാമികൾ തന്നെയാണ് വിശേഷിപ്പിക്കുന്നത്. ബാലദേവരായൻ എന്നാണ് പൂർണ്ണനാമം. അപ്പോൾ തന്നെ അവിടെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഈ പാലൻ എന്ന് എഴുതിയിരിക്കുന്നത്. അപ്പോൾ പന്നിറു വിഴിയാൽ ബാലനെ കാക്കി, 12 കണ്ണുകളോടുകൂടി ഈ ഉള്ളവനെ കാക്കണം എന്ന് പറഞ്ഞ് ഇവിടെ കേശാദിപാദം നിർത്തുന്നുണ്ട്. ഇനി നമുക്ക് ഭഗവാന്റെ വേലായുധത്തിൻ്റെ ഓരോരോ വേലിൻ്റെ ഓരോ പലതരത്തിലുള്ള വേലുകളെ പറ്റിയിട്ടും ആ വേലുകൾ നമ്മുടെ ഓരോ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളെ കാക്കണം എന്നുള്ള പ്രാർത്ഥനയാണ് വരുന്നത്. അത് അടുത്ത ഭാഗത്ത് നമുക്ക് കേൾക്കാം. ഭഗവാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.